ആലത്തൂർ മണ്ഡലത്തിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി പി.കെ. ബിജു തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിലാണ്. താൻ മണ്ഡലത്തിൽ എത്തുന്നില്ല എന്ന പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് പി.കെ. ബിജു മീഡിയ വണ്ണിനോട് പറഞ്ഞു. ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും മൂന്നാം തവണയാണ് ബിജു ജനവിധി തേടുന്നത്. ഇപ്പോൾ പി.കെ. ബിജു നമ്മോടൊപ്പമുണ്ട്. എന്തായാലും കഴിഞ്ഞ 2 തവണ, അതായത് ആലത്തൂർ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം താങ്കളാണ്, ഇത്തവണയും താങ്കളാണ്. എന്താണ് പ്രതീക്ഷ? അല്ല, കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുന്ന തെരഞ്ഞെടുപ്പായി മാറാൻ പോവുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ രാജ്യത്തൊരു മതനിരപേക്ഷ ജനാധിപത്യ ഭരണം ഉറപ്പാക്കാൻ സാധിക്കൂ എന്ന് 2004 അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യ തിളങ്ങുന്നു എന്ന് പ്രചരിപ്പിച്ച വാജ്പേയി ഗവൺമെൻറ് മാറ്റി ഒരു സെക്കുലർ ഗവൺമെൻറ് രാജ്യത്ത് കൊണ്ടുവരാൻ നിർണായകമായ പങ്ക് വഹിച്ചത് ഇടതുപക്ഷമാണ്. ആ 2004 ആവർത്തിക്കുന്ന വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ 2019 തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 20 സീറ്റിലെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. വലിയ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിട്ടുള്ളത്. പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കകം ബൂത്ത് സെക്രട്ടറിമാർ മുതൽ ഉള്ള പ്രവർത്തകർ നിരത്തിലിറങ്ങുകയും പ്രചരണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുകയും ചെയ്തത് ഈ ആവേശമാണ് കാണിക്കുന്നത്. ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പ് ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. 2000 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ മണ്ഡലത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത്. കുടിവെള്ള പ്രശ്നം രൂക്ഷമായ ഈ മണ്ഡലത്തിൽ 25,000 കുടുംബങ്ങളിൽ നേരിട്ട് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞ പ്രവർത്തനമാണ്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള ഈ മണ്ഡലത്തിൽ കാർഷിക മേഖലയ്ക്ക് സഹായവുമായി നബാർഡിൻ്റെയും ദേശീയ കൃഷി വകുപ്പിൻ്റെയും സഹായം ലഭ്യമാക്കാൻ കഴിഞ്ഞത് വലിയ തോതിൽ നമ്മുടെ മണ്ഡലത്തിൽ ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെയാണ് പുതുതായി 2014 തുടക്കം കുറിച്ച വിദ്യാഭ്യാസ മേഖലയിലെ ഇൻസ്പയർഡ് സ്കൂൾ പദ്ധതിയും ആലത്തൂർ മണ്ഡലത്തിലെ സമ്പൂർണ്ണ ആരോഗ്യ പദ്ധതിയും. ഇത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പാലക്കാടിനും തൃശ്ശൂരിനും സഹായമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് സ്കൂളുകളുടെ പ്രവർത്തനം. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ MP ഫണ്ട് എത്തിക്കാൻ കഴിഞ്ഞത് ഈ 10 വർഷ കാലയളവിലാണ്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ അംഗീകാരം കഴിഞ്ഞ 2 വർഷങ്ങളിൽ 2009 2014 വൻപിച്ച ഭൂരിപക്ഷം നൽകിയ ഒരു സാഹചര്യം ആലത്തൂർ പാർലമെൻറ്റിൽ ഉണ്ടാകും. വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രവർത്തകർ ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്.